ക്രിസ്തുവിൽ പ്രിയരെ, ദൈവമക്കളായിരിക്കുന്ന ദൈവ പൈതലായിരിക്കുന്ന വ്യക്തികളുടെ മുഖം എപ്പോഴും പ്രകാശിച്ചു കൊണ്ടേയിരിക്കും എന്ന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, അതിൻ്റെ 15-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. സ്തെഫാനോസ് എന്ന അപ്പോസ്തലന്മാരുടെ ശിഷ്യൻ, അദ്ദേഹം വിചാരണ ചെയ്യപ്പെടുകയാണ്. വിചാരണ ചെയ്യുന്ന അവസ്ഥയിൽ മറ്റു വ്യക്തികളെല്ലാം അദ്ദേഹത്തിനെതിരായിട്ട് കള്ളസാക്ഷികൾ പറയുന്ന ഒരു സാഹചര്യം. ആ വിചാരണ ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആ വ്യക്തികൾ നോക്കുമ്പോൾ മുഖം പ്രകാശപൂർണമായി തീരുന്നത് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ദൈവദൂതന്റെ മുഖം പോലെ അവന്റെ മുഖം പ്രകാശിച്ചു എന്നതാണ്. ഇതേ ഭാഗം അവിടെ പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ മോശ 40 നാള് 40 പകല് ദൈവത്തോടൊപ്പം ആയിരുന്നിട്ട് അവിടെ പർവ്വതത്തിന് താഴേക്ക് വരുന്ന സാഹചര്യത്തില് ഇസ്രായേൽ മക്കളും അഹരോനും അവിടെ നോക്കുന്ന സാഹചര്യത്തിൽ അവന്റെ മുഖം പ്രകാശിക്കുന്ന തലത്തില് തേജസ്സുള്ളതായിട്ട് കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ അടുത്തേക്ക് പോകുവാനായിട്ട് അവർ ഭയപ്പെട്ട് നിന്നു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ദൈവ മക്കളുടെ അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം വസിക്കുന്ന, ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുന്ന മക്കളുടെ മുഖം എപ്പോഴും പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. നാം ദൈവത്തോട് സമയം ചിലവഴിക്കുന്ന വ്യക്തികളാണോ? നാം ദൈവത്തോടൊപ്പം ആയിരിക്കുന്നവരാണോ? ഇവിടെ മോശ 40 നാള് 40 പകല് ദൈവത്തോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ മുഖം തേജസ് പൂർണ്ണം അല്ലെങ്കിൽ തേജസ്സോടുകൂടി ആയിരുന്നു എന്ന് അവിടെ വചനം പഠിപ്പിക്കുകയാണ്. അവിടെ സുവിശേഷ ഭാഗത്തിലെ ഒരു ഭാഗം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: യേശു കർത്താവ് മറുരൂപ മലയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവന്റെ മുഖം ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് സൂര്യനെ പോലെ പ്രകാശിച്ചു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. സഭാപ്രസംഗി 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം 7-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നു: യഹോവ ഭക്തി എത്ര ജ്ഞാനത്തിന്റെ ആരംഭം. നാം മനസ്സിലാക്കുക, മനുഷ്യന്റെ ജ്ഞാനമാണ് ഒരു വ്യക്തിയുടെ മുഖം പ്രകാശിപ്പിക്കുന്നു എങ്കിൽ അവിടെ ആ ജ്ഞാനം എന്ന് പറയുന്നത് യഹോവ ഭക്തിയാണ്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ, ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. വചനം സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനത്തിലൂടെ പഠിപ്പിക്കുന്നു: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നാം എപ്പോഴും അവന്റെ മുഖത്തേക്ക് നോക്കണം. നമ്മുടെ മുഖം അല്ലെങ്കിൽ അവന്റെ മുഖത്തേക്ക് നോക്കിയ വ്യക്തികൾ ആരും തന്നെ ലജ്ജിച്ചു പോയ ചരിത്രമില്ല എന്ന് അവിടെ വചനം പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നാം പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോടൊപ്പം വസിക്കുവാനായിട്ട് നാം തയ്യാറാകണം. അത് ഈ ലോകത്തിൽ ദൈവത്തോടൊപ്പം വസിക്കുന്ന വ്യക്തികളുടെ മുഖം അത് ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലും നിത്യതയുടെ അനുഭവത്തിലും എപ്പോഴും പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് വചനം പഠിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്: അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. നീതിമാനായ വ്യക്തികൾ, ദൈവ പൈതലായിരിക്കുന്ന വ്യക്തികളുടെ മുഖം അന്ന് നിത്യതയുടെ അനുഭവത്തിൽ എപ്പോഴും സൂര്യനെ പോലെ പ്രകാശിച്ചു കൊണ്ടേ ഇരിക്കും. അങ്ങനെയുള്ള പ്രകാശം അത് പൈശാചികൻ ഭയപ്പെടുന്നു. അങ്ങനെയുള്ള പ്രകാശത്തോടുകൂടി ആയിരിക്കുമ്പോൾ നമുപ്പോഴും എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുമ്പോഴും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ദൈവിക തേജസ്സോടുകൂടി ദൈവത്തെ പിൻപറ്റി നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ ദൈവ തേജസ് നമ്മിൽ ഉണ്ടായിരിക്കണം. ദൈവികമാർന്ന ഒരു പ്രകാശം നമ്മിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നാം ഈ ലോകത്തിൽ പൂർണ്ണമായിട്ടും ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയും. 40 നാള് മോശ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ആ ദൈവ തേജസ് വാങ്ങിച്ചുവെങ്കിലും നാമും എപ്പോഴും എല്ലാ ദിവസത്തിലും ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ പ്രാർത്ഥനയിലൂടെ, തിരുവചന അധ്യാനങ്ങളിലൂടെ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ഈ തേജസ് നാം വാങ്ങിച്ചെടുക്കണം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.